നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് മലയാള സിനിമകളിലെ അബദ്ധങ്ങൾ. സിനിമകളിലെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്, ലോജിക് മിസ്റ്റേക്ക്, ബ്ലൂപ്പേഴ്സ് എന്നിവയെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിലൂടെ സംസാരിക്കുക. ആയിരത്തി 1992 റാഫി മെക്കാർഡിൻ എഴുതി കലാധരൻ സംവിധാനം ചെയ്ത മുകേഷ് ചിത്രമാണ് എല്ലാരും ചൊല്ലണം. തൊഴിലാളി യൂണിയൻ പ്രശ്നങ്ങളെക്കുറിച്ചും വിസ തട്ടിപ്പിനെ കുറിച്ചുമൊക്കെയായിരുന്നു ആ സിനിമ സംസാരിച്ചത്. ആ സിനിമയിൽ മുകേഷിനെ ചേസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഈ ഒരു രംഗത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ജീപ്പിൽ നിന്നും വീഴാൻ പോകുന്നത് വ്യക്തമായി കാണാം. ആ രംഗങ്ങൾ കട്ട് ചെയ്യാതെ സിനിമയിൽ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ജീപ്പിന്റെ ബാക്ക് ഡോർ കറക്റ്റായി ലോക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കാമെന്ന് സംഭവിച്ചത്. സിനിമയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന രംഗമായതുകൊണ്ട് തന്നെ അതങ്ങനെ ഉപയോഗിച്ചിരിക്കാം. മാത്തുക്കുട്ടി സേവ്യർ സംവിധാനം ചെയ്ത് അന്നാബൻ കേന്ദ്ര കഥാപാത്രമായി വന്ന സിനിമയാണ് ഹെലൻ. ആ സിനിമയിൽ ഒരു തർക്കവും അതിനിടയിൽ ഒരു അടിയും കാണിക്കുന്നുണ്ട്. അടി കൊണ്ടിട്ടും കൂളായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നടനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഷോട്ടിനിടെ ആ ഒരു നടൻ ചിരിച്ചു പോയത് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ കാണിക്കുകയാണ് ചെയ്തത്. ചിലപ്പോൾ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയായിരിക്കാം അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. കേരളത്തിലൊരു തരംഗമായി മാറിയ അല്ലു അർജുൻ ചിത്രമാണ് ആര്യ 2. സുകുമാർ ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. ആ സിനിമയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഗാനരംഗമാണിത്. ഈ ഗാനരംഗത്തിനിടയിൽ ഒരുപാട് പേർ ചേർന്നുകൊണ്ടുള്ള ഒരു കിടലൻ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പുകൾക്കിടയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്യാതെ തന്നെ പ്രേക്ഷകനെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാൻസറുടെ ഒരു കാലിലെ ഷൂ മാത്രം അഴിഞ്ഞു പോകുന്നുണ്ട്. അത് അവിടെ തന്നെ ഒരുപാട് സമയം കിടക്കുന്നുമുണ്ട്. അതിന് മുകളിലാണ് മറ്റുള്ളവർ ഡാൻസ് ചെയ്യുന്നതും. ഇത്രയ്ക്ക് സിങ്കായി വന്ന ഈ ഒരു ഡാൻസ് രംഗം ഷൂ കൊണ്ട് മാത്രം മാറ്റിയെടുക്കണ്ട എന്ന് സംവിധായകൻ തീരുമാനിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ രംഗം അവിടെ തന്നെ അങ്ങനെ വെച്ചത്. 98 ഷാറുഖ് ഖാന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് കുച്ച് കുച്ച് ഹോത്താ ഹൈ. ആ സിനിമയിൽ സൽമാൻ ഖാനും കാജോളും അഭിനയിച്ച സാജൻ ജി ഘർ ആയ എന്നൊരു ഗാനമുണ്ട്. കാജോൾ സീനിലേക്ക് വരുമ്പോൾ ഓടിപ്പോകുന്ന ഒരു ഡാൻസർ കാജോളിനെ തട്ടുന്നതും അത് കണ്ട് കാജോൾ പകച്ചു നിൽക്കുന്നതും സിനിമയിൽ കാണാം. ഒരു സെക്കൻഡ് അങ്ങനെ നിന്ന് നോക്കിയതിനു ശേഷമാണ് ഡാൻസ് തുടങ്ങുന്നത്. സിനിമയിൽ അത് കട്ട് ചെയ്യാതെ കാണിക്കുകയും ചെയ്തു. 1997 കലൂർ ഡെന്നീസ് എഴുതി VM വിനു സംവിധാനം ചെയ്ത കോമഡി ചലച്ചിത്രമാണ് അഞ്ചര കല്യാണം. ജഗദീഷ്, ജനാർദ്ദനൻ, കലാഭൻ മണി, കീർത്തന തുടങ്ങിയവർക്കെയാണ് സിനിമയിൽ അഭിനയിച്ചത്. ഉണ്ണികൃഷ്ണൻ പണിക്കർ എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ ജഗദീഷ് അവതരിപ്പിച്ചത്. ഉണ്ണികൃഷ്ണന് സിനിമാ നടൻ ജഗദീഷിന്റെ ചായ ഉണ്ടെന്ന് ആരും തിരിച്ചറിയുന്നില്ല. കാരണം ആ സിനിമയിൽ ജഗദീഷിന്റെ കഥാപാത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. ജഗദീഷ് അഭിനയിച്ച മറ്റൊരു സിനിമയുടെ പോസ്റ്റർ ഈ സീനിൽ പിന്നിൽ വ്യക്തമായി കാണാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ ഏതായാലും സിനിമാ നടനല്ല. അപ്പോൾ പിന്നിൽ കാണുന്ന സിനിമാ നടൻ ജഗദീഷുമായി ഉണ്ണികൃഷ്ണനുള്ള സാമ്യം ആരും മനസ്സിലാക്കുന്നില്ല. 97 IV ശശി സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, ഖുഷ്ബു, വാണി വിശ്വനാഥ്, ജഗദീഷ് തുടങ്ങിയവരൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങിയ അനുഭൂതി എന്ന സിനിമയുടെ പോസ്റ്ററാണ് പിന്നിൽ കാണിക്കുന്നത്. സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നിൽ ജഗദീഷിന്റെ പോസ്റ്റർ കാണുന്ന കാര്യം ആരും ശ്രദ്ധിച്ചു കാണില്ല. അല്ലെങ്കിൽ തന്നെ ആരും അതൊരു വിഷയമായി എടുക്കാനും പോകുന്നില്ല. 2002 T രാജേന്ദ്ര സംവിധാനം ചെയ്ത് മകൻ സിംബു അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് കാതൽ അഴുവതില്ലേ. സിനിമയിൽ പലതരത്തിലുള്ള ഇന്റർവെൽ ബ്ലോക്കുകൾ നാം കാണാറുണ്ട്. ചിലത് പ്രേക്ഷകരോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കും. എന്നാൽ ഈ സിനിമയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. 2000 years later. ടെക്സ്റ്റ് എഴുതി കാണിക്കുമ്പോൾ കഥാപാത്രങ്ങൾ സ്റ്റാച്യു ആയി നിൽക്കുകയാണ്. കുറെ സമയം അനങ്ങാതെ നിൽക്കുകയാണ്. പിന്നിലുള്ള പലരും അനങ്ങി പോകുന്നുമുണ്ട്. സ്റ്റാച്യു കളിക്കുന്നതിനിടയിൽ സിംബു കണ്ണടച്ചുകൊണ്ട് ഔട്ടാകുന്നുമുണ്ട്. അക്കാലത്ത് ആ ഫ്രെയിം ഫ്രീസ് ചെയ്യാനുള്ള ടെക്നോളജി ഒന്നും ഇല്ലായിട്ടല്ല, മറ്റെന്തോ ബ്രില്യൻസ് ആണ് കവി അവിടെ ഉദ്ദേശിച്ചത്. 2008 വിശാൽ, നയൻതാര, ഉപേന്ദ്ര തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് സത്യം. സിനിമയിൽ നയൻതാരയും വിശാലും അഭിനയിച്ചൊരു ഗാന രംഗമുണ്ട്. അതിനിടയിലെ ഈ ഒരു ഷോട്ട് ഒന്നുകൂടി കണ്ടു നോക്കൂ. ഇവിടെ നമുക്കൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് കാണാം. ക്ലാപ്പ് ബോയ്, ഡയറക്ടർ, ക്യാമറമാൻ, ക്രൂ മെമ്പേഴ്സ് എല്ലാവരെയും ആ ഒരു ഷോട്ടിൽ നമുക്ക് അവിടെ കാണാവുന്നതാണ്. ഫിലിമിൽ എഡിറ്റ് ചെയ്തപ്പോൾ ഒരു ഫ്രെയിം അവിടെ പെട്ടുപോയതായിരിക്കാം. പക്ഷേ 2008 സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള എഡിറ്റിംഗ് ആണ്. എഫക്ട് ഇടാൻ വേണ്ടി മാത്രം ഒരു ഫ്രെയിം കൂടുതൽ കാണിച്ചതായിരിക്കാനും സാധ്യതയുണ്ട്. വില്ലന്മാരുടെ ഇൻട്രോയിൽ പലതരത്തിലുള്ള മാസുകൾ കാണിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു മാസ് ആദ്യമായിട്ടായിരിക്കും.
1994 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ബാബു ആന്റണി ചിത്രമാണ് ദാദ. ആ സിനിമയിലെ വില്ലന്റെ ഇൻട്രോ ആണ് ഇങ്ങനെ. വന്നിരിക്കും എന്നിട്ട് കണ്ടോ പൂരം. മലപ്പുറത്ത് ഇന്നലെ രാത്രി നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട്. മസ്താൻ ബായ് നടക്കുമ്പോൾ ഭൂമി കുലുങ്ങുകയാണ്. എങ്ങനെയാണ് ഭൂമി കുലുക്കം ഉണ്ടാകുന്നത്? ഉത്തരം, മസ്താൻ ബായ് നടക്കുമ്പോൾ. എല്ലാ ഓണത്തിനും കൈരളിയിൽ വെള്ളിയേട്ടൻ കാണുമ്പോൾ തോന്നുന്ന ഒരു സംശയമാണിത്. നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ്. വില്ലൻ വെടിവെക്കുമ്പോൾ അത് കൊള്ളുന്ന സ്ഥലം പൊട്ടിത്തെറിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വെടിയുണ്ട പോയി ബോംബായി മാറുന്ന ഒരു പ്രത്യേകതരം കണ്ടുപിടുത്തമായിരിക്കാം അത്. 98 അനിൽ ബാബു സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, ജോമോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് മയിൽപീലിക്കാവ്. സിനിമ പുനർജന്മത്തെക്കുറിച്ച് പറയുന്ന ഒരു ഫാന്റസി കഥയാണ്. സത്യനാഥൻ എന്നൊരു ഡോക്ടറുടെ കഥാപാത്രത്തെയാണ് സിദ്ദീഖ് അവതരിപ്പിക്കുന്നത്. ഡോക്ടർ മനുവിനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. വിൻഡോസിന്റെ CD ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഹിപ്നോട്ടിസം നടക്കുന്നത്. OS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല വിൻഡോസ് CD പുറത്തിറക്കുന്നത്, അത് ഹിപ്നോട്ടിസം ചെയ്യാൻ കൂടി വേണ്ടിയാണ്. സിനിമ കാണുമ്പോൾ നമ്മൾ പ്രധാന നടന്മാരെ മാത്രമാണ് ശ്രദ്ധിക്കുക. ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത് പലരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ തന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കാം. തെങ്കാശിപ്പട്ടണം സിനിമയിൽ കാവ്യ മാധവന്റെ കോളേജ് സീനിൽ വരുന്ന അതേ ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ പിന്നീട് അവരുടെ വീട്ടിലെ വേലക്കാരിയായും വരുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് അവരുടെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളും. മിന്നൽ മുരളി സിനിമയിൽ സ്റ്റേജിൽ നിന്നും ഫോട്ടോ എടുക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാം. അതേ സമയത്ത് തന്നെ ആ വ്യക്തിയെ നമുക്ക് ഗസ്റ്റുകൾക്കിടയിലൂടെ നടന്നു പോകുന്നതായിട്ടും കാണാം. 2025 നാനി നായകനായിക്കൊണ്ട് ഹിറ്റിന്റെ 3ാം ഭാഗം വരുന്നത്. ആ സിനിമയിൽ ഒരു രംഗമാണിത്. ഈ ഒരു രംഗത്ത് നാനിയുടെ കൈയുടെ മുകളിൽ കൂടിയാണ് സ്ക്രീൻ കാണുന്നത്. ഗ്രീൻ സ്ക്രീൻ ഇട്ടുകൊണ്ടാണ് ഈ ലാപ്ടോപ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് അതിലേക്ക് VFXിലൂടെയാണ് അതിൽ കാണിക്കേണ്ട കാര്യങ്ങൾ ചേർക്കുക. പക്ഷെ അങ്ങനെ ചേർത്തപ്പോൾ നാനിയുടെ കൈയുടെ മുകൾ കൂടിയാണ് ചേർത്ത് പോയത്. VFX ടീമിന് പറ്റിയൊരു അബദ്ധമാണ്. ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഇത്തരത്തിലൊരു രംഗം കാണാം. അക്ഷരശ്ലോകത്തിൽ പണ്ഡിതൻ. പിന്നിൽ നിൽക്കുന്ന ഈ ഒരു നടൻ അവരുടെ പെർഫോമൻസ് കണ്ടുകൊണ്ട് ചിരിച്ചു പോവുകയാണ്. അത് റീടേക്ക് എടുക്കാതെ അങ്ങനെ തന്നെ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്യും. മുത്തങ്ങയിൽ ആദിവാസികൾ നേരിടേണ്ടി വന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ ആസ്പദമാക്കി 2025 അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് ചിത്രമാണ് നരിവേട്ട. വർഗീസ് എന്നൊരു കോൺസ്റ്റബിൾ ആയിട്ടാണ് ടൊവിനോ തോമസ് അഭിനയിക്കുന്നത്. സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ബഷീർ എന്ന ഹെഡ് കോൺസ്റ്റബിൾ ആണ്. സിനിമയുടെ അവസാന ഭാഗത്തെത്തുമ്പോൾ ഇത്തരത്തിലൊരു രംഗം അവിടെ കാണാം. ഈ ഒരു രംഗത്ത് ടൊവിനോ തോമസിന്റെ യൂണിഫോമിൽ വെള്ളമാവുന്നത് വ്യക്തമായി കാണാം. എന്നാൽ വെള്ളത്തിൽ നിന്നും പുറത്തിറങ്ങി നടക്കുമ്പോൾ യൂണിഫോമിൽ എവിടെയും തന്നെ വെള്ളമില്ല. ഇത്ര പെട്ടെന്നെല്ലാം തന്നെ വെള്ളം ഉണങ്ങി പോകുമോ? അതോ കേരള പോലീസിന്റെ വാട്ടർ പ്രൂഫ് യൂണിഫോം ആണോ അത്? ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. ആദ്യ ഷോട്ട് എടുത്ത് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അടുത്ത ഷോട്ട് എടുക്കുന്നത്. രണ്ടാമത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടി മാത്രം വെള്ളത്തിലിറങ്ങി ഡ്രസ്സ് നനക്കാനൊന്നും ടൊവിനോ തയ്യാറായി കാണില്ല. അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി നോക്കുന്നയാൾ അത് ശ്രദ്ധിച്ചു കാണില്ല. 1993 ശ്രീനിവാസൻ എഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ മിഥുനം റിലീസാകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഡയലോഗ് കാണാം. ഇത് മിഥുനം. ഇംഗ്ലീഷ് എത്ര? 6. തിങ്കളാഴ്ച. ഇംഗ്ലീഷ് മാസം 6-ാം തീയതിയാണെന്ന് വ്യക്തമായി ആ അനിയത്തിയുടെ കഥാപാത്രം പറയുന്നുണ്ട്. ആ ഒരു ദിവസം ശ്രീനിവാസനും മോഹൻലാലും ചേർന്നുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു രംഗം വരുന്നത്. സേതുവിനെ റോഡിൽ പിടിച്ചു നിർത്തി പലിശ പീതാംബരൻ അന്നത്തെ ദിവസം ഡേറ്റ് ഏതാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ന് 17, നാളെ 18, 19, 20. 20-ാം തീയതി കാലത്ത് മുതലും പലിശ എന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ രാവിലെ ഉണർന്നപ്പോൾ അത് 6-ാം തീയതി ആയിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും അത് 17-ാം തീയതിയായി മാറുന്നു. ഡയലോഗ് എഴുതിയ ആൾക്ക് പറ്റിയൊരു അബദ്ധമായിരിക്കാം അത്. അതായത് ശ്രീനിവാസന് പറ്റിയൊരു അബദ്ധമായിരിക്കാം അത്. 2001 കണ്ണെതിരെ തോன்றிനാൽ എന്ന സിനിമയുടെ മലയാളം റീമേക്ക് ആയിരുന്നു ദോസ്ത്. തുളസിദാസ് സംവിധാനം ചെയ്ത സിനിമയിൽ കാവ്യ മാധവൻ, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ആ സിനിമയിലെ ഏറ്റവും മികച്ച കോമഡിയായിരുന്നു ജഗദീഷ് ശ്രീകുമാറും കലാഭവൻ മണിയും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ.
അതിലൊന്നായിരുന്നു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ബില്ല് കൊടുക്കാതെ ജഗതി മുങ്ങുന്ന രംഗം. ചേട്ടൻ കഴിക്കണല്ലേ? അല്ല ഞാന് കൈ കഴിയില്ല. എന്തായാലും അത്രയും വേണ്ടായിരുന്നു. ശേഷം ഹോട്ടൽ ഉടമകൾ വി ജയനെ ആക്രമിക്കുന്ന രംഗമുണ്ട്. ഇനി അങ്ങോട്ട് രാജയോഗമാണ്. കാശില്ലാതെ തിന്നാൻ വന്നല്ലടാ, അകത്തുപോയി പണിയെടുക്കടാ. ആ സിനിമ കാണുമ്പോൾ എപ്പോഴുമുള്ളൊരു ഡൗട്ടാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കലാഭവൻ മണി ധരിച്ച ഡ്രസ്സല്ല അടികൊള്ളുമ്പോൾ ധരിക്കുന്നത്. ഭക്ഷണം കഴിച്ച് ബില്ല് കൊടുക്കാൻ പണമില്ല എന്ന് പറയുമ്പോൾ വസ്ത്രം മാറാനുള്ള സമയം ആരാണ് കൊടുക്കുക? ജയറാം, സംയുക്ത വർമ്മ, കലാഭവൻ മണി, ലാൽ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് വൺ മാൻ ഷോ. റാഫി മെക്കാട്ടിനെ എഴുതി ഷാഫി സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ രാക്കടമ്പിൽ എന്നൊരു ഗാനരംഗമുണ്ട്. മനം പോലെ ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ജില്ല ലാൽ അബദ്ധത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറുടെ മുഖത്ത് തന്നെ ചവിട്ടുന്നത് വ്യക്തമായി കാണാം. ഈ രംഗത്ത് ലാൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ മാനസിക നില പരിഗണിക്കുമ്പോൾ ഈ രംഗമൊന്നും തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കാനോ റീടേക്ക് എടുക്കാനൊന്നും അവർ പോയിട്ടുണ്ടാവില്ല. 2006 ഉദയകൃഷ്ണ സിബി തോമസ് എഴുതി ജോണി ആന്റണി സംവിധാനം ചെയ്ത ചിത്രമാണ് തുറുപ്പുകുലാൻ. മമ്മൂട്ടി, സ്നേഹ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാജ് കപൂർ എന്നറിയപ്പെടുന്ന ഷാഹിൽ മുഹമ്മദ് എന്ന പേരുള്ള നടനാണ് സിനിമയിൽ പോലീസുകാരനായ അറുമുഖം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ആ പോലീസുകാരന്റെ ഈ ഒരു രംഗം ശ്രദ്ധിക്കുക. മേലിൽ നീന്തരുന്ന് പറഞ്ഞ 2 കൈയും തല്ലി ഓടിച്ചു. തുടർച്ചയായ 2 സീനിലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പോലീസ് യൂണിഫോമിൽ ആദ്യം 3 സ്റ്റാർ ആണ്, പിന്നീട് അത് 2 സ്റ്റാറായി മാറുന്നുണ്ട്. CIക്ക് 3 സ്റ്റാറും SIക്ക് 2 സ്റ്റാറുമാണ്. ഹോട്ടലിൽ നിന്ന് നടന്ന് മുകളിലേക്ക് പോകുമ്പോഴേക്കും CI SI ആയി മാറുകയാണ്. സിനിമയിലും ആ കഥാപാത്രം ആദ്യം CIയും പിന്നീട് SIയുമാണ്. പുതിയ CI ആറുമുഖം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കോസ്റ്റ്യൂം ചെയ്ത ആൾക്കും ആ ഒരു സംശയം ഉണ്ടായതും മാറിപ്പോയതും. തുടർച്ചയായ രംഗത്തിലാണ് ആ ഒരു മാറ്റം വന്നത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു കണ്ടിന്യൂ മിസ്റ്റേക്കായി മാറിയത്. എന്നാലും ഒരു ലിഫ്റ്റ് കയറുമ്പോഴേക്കും ഒരു CI ഡി പ്രൊമോഷൻ കിട്ടി SI മാറിയത് എങ്ങനെയാണെന്ന് പലർക്കും സംശയം തന്നെയാണ്. എന്തൊരു ബുദ്ധി, സാറിന്റെ സമയം ബെസ്റ്റ്. ഈ ഒരു സീനിലും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ട്. അത് മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈലിലാണ്. എന്ത് പറഞ്ഞിട്ട് ആന പുറകോട്ട് പോകുന്നില്ല. തുടർച്ചയായി വരുന്ന രംഗങ്ങളിൽ ഇടയ്ക്കിടെ മമ്മൂട്ടിയുടെ ലുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ കാലഘട്ടത്തിൽ തന്നെ ഷൂട്ട് ചെയ്ത മമ്മൂട്ടിയുടെ പ്രജാപതി സിനിമയിലേതുപോലെയാണ് മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈൽ ഇടയ്ക്ക് മാറി വരുന്നത്. സൂപ്പർ ഡയലോഗ് വെച്ചേ മനെ ഗിരി. ഇതെങ്ങനെയാ 8 കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നത്? 1988 പ്രിയദർശൻ മോഹൻലാൽ ചിത്രമായ ചിത്രം റിലീസാകുന്നത്. ആ സിനിമയിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഗാനരംഗമാണ് നഗുമോ എന്ന ഗാനം. ഈ ഒരു ഗാനരംഗത്തിനിടയിൽ നെടുമുടി വേണു ചിരിച്ചു പോകുന്നത് വ്യക്തമായി കാണാം, പുറത്തുനിന്നാരോ ചിരിപ്പിക്കുന്നത് പോലെ. 2024 വിപിൻ ദാസ് എഴുതി ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വാഴ. 2026 സവിൻ സംവിധാനം ചെയ്തുകൊണ്ട് വാഴ 2 റിലീസാകുന്നത്. 2 ചിത്രങ്ങളും എഴുതിയത് വിപിൻ ദാസ് തന്നെയാണ്. ആദ്യ ഭാഗത്ത് മൂസയും സംഘവും സിനിമ കാണുന്ന ഒരു രംഗമുണ്ട്. ആ സംഭവങ്ങൾ നടക്കുന്നത് 2013 ആ സമയത്ത് നമുക്കവിടെ ഹാഷിറിനെ കാണാം. അതിനുശേഷം 1ാം ഭാഗത്തിലുള്ളവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹാഷിർ 10ാം ക്ലാസ് തോറ്റെന്ന് പറയുന്നുണ്ട്. നമ്മള് 10 തോറ്റ എത്ര നന്നായില്ലടാ ഹാഷിറേ. അവർ കോളേജ് പഠിത്തമെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ആ സിനിമ അവസാനിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഹാഷിറും സംഘവും എബ്രോഡ് പോകാൻ പ്ലാൻ ഇടുന്നതും. 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഹാഷിർ +2 പഠിക്കുന്ന കാലഘട്ടം ഏതാണ്? 2025 ഹാഷിർ +2 പഠിക്കുന്നത്. കാരണം വാഴ 2 ഏറ്റവും രസകരമായ ആ ഒരു തിയേറ്റർ രംഗം നടക്കുന്നത് ലൂസിഫർ സിനിമ റിലീസ് ചെയ്ത 2025 2013 ദൃശ്യം കാണുമ്പോഴും ഹാഷിർ അവിടെയുണ്ട്. 2025 ലൂസിഫർ കാണുമ്പോഴും ഹാഷിർ അവിടെയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലെ വ്യത്യാസമാണ് ഈ സിനിമയിലെ മിസ്റ്റേക്ക്. 1ാം ഭാഗത്തിൽ കാണിച്ച ഹാഷിറിന്റെ കാലഘട്ടവുമായി 2ാം ഭാഗത്തിലെ കാലഘട്ടം യോജിച്ചു പോകുന്നില്ല. 2ാം ഭാഗം ഒരു സ്പിരിച്വൽ സീക്വൽ ആണെന്ന് പറയാനും കഴിയില്ല. കാരണം ഒരേ യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ്. 2 സിനിമയിലും ഒരേ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുമുണ്ട്. കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ 10ാം ക്ലാസ് തോറ്റിരിക്കുന്ന ഹാഷിറിനെ 11 വർഷങ്ങൾക്ക് ശേഷം +2 ഇരുത്തുകയാണ് കഥാകൃത്ത് ചെയ്തിരിക്കുന്നത്. 2013 ഹാഷിറിനേക്കാളും ചെറുപ്പക്കാരനാണ് 2025 ഹാഷിർ. ദൃശ്യം സിനിമ കാണാൻ വേണ്ടി എല്ലാവരും ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അക്കാലത്ത് അതങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ 2025 ലൂസിഫറിന് വേണ്ടി എല്ലാവരും എന്തിനാണ് ക്യൂ നിൽക്കുന്നത്? ഇങ്ങനൊരു ചോദ്യം വന്നേക്കാമെന്ന് സംവിധായകൻ ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് തിയേറ്ററിൽ ഇത്തരത്തിലൊരു പോസ്റ്റർ എഴുതി ഒട്ടിച്ചത്. വാഴയിലേതുപോലെ തന്നെ അടുത്ത പാട്ടിലെത്തുമ്പോൾ കണ്ടിന്യൂഷൻ മിസ്റ്റേക്ക് ഉള്ള മറ്റൊരു സിനിമയാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസിന്റെ ആട് 2 അവസാനിക്കുമ്പോൾ ഷാജി പാപ്പന്റെയും കൂട്ടരുടെയും കയ്യിൽ ഒരുപാട് ഡോളറുകൾ എത്തുന്നുണ്ട്.
ആ സിനിമയിൽ തന്നെ അത് മാറണമെങ്കിൽ അമേരിക്കയിൽ പോകണമെന്ന് ഈ മണ്ടന്മാർ വിശ്വസിക്കുന്നു. ഇത് മാറാനായിട്ട് ഇനി അമേരിക്ക പോണ്ടേ? പക്ഷെ തേർഡ് പാർട്ട് തുടങ്ങുമ്പോൾ തന്നെ അവർ കോടീശ്വരന്മാരായാൽ കഥ മുന്നോട്ട് പോകില്ല. അതിനുവേണ്ടിയാണ് ആ ഡോളറുകൾ കള്ളനോട്ടാക്കി മാറ്റുന്നത്. കള്ളനോട്ടാകാൻ ഒരു കാരണവും സിനിമയിൽ പറയുന്നുണ്ട്. ഈ ഇരിക്കുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഈ ആള് ലൈഫിൽ കണ്ണട വെച്ചിട്ടില്ല. നീ കൊണ്ടുവന്ന ഈ ഡോളറിൽ ഫ്രാങ്ക്ലിൻ കണ്ണട വെച്ചിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലെ സംഭവങ്ങളെ കുറിച്ചെല്ലാം തന്നെ ക്യാപ്റ്റൻ ക്ലിക്ടസ് അപ്പോൾ പറയുന്നുമുണ്ട്. ഞങ്ങളുടെ ഗാന്ധിജിയുടെ കണ്ണട കട്ടുപോയിട്ട് അതും വെച്ച് ഫോട്ടോ എടുത്തിട്ട് നോട്ട് അടിച്ചിറക്കിയൊക്കെയാണല്ലോ. പക്ഷെ പ്രശ്നം അതല്ല. ആദ്യ ഭാഗത്തിൽ ഈ ഡോളറുകൾ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അത് കണ്ണടയൊന്നുമില്ലാത്ത ഡോളർ തന്നെയാണ്. മൂന്നാം ഭാഗത്തിൽ കഥ തുടരാൻ വേണ്ടി ആ കണ്ടിന്യൂഷൻ മാറ്റിക്കളഞ്ഞു. രണ്ടാം ഭാഗത്തിലെ സാധാരണ ഡോളറുകൾക്ക് പകരം കണ്ണടയുള്ള ഡോളറുകളാണ് മൂന്നാം ഭാഗത്തിൽ ഉപയോഗിച്ചത്. അജയ് വാസുദേവ് സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ ആറാട്ടായിരുന്നു ഷൈലോക്ക്. ആ സിനിമയിലും ചെറിയൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണ്. ഫൈറ്റിനിടയിൽ ഒരു രംഗത്തിൽ മാത്രം മമ്മൂട്ടിയുടെ ഷൂ മാറുന്നുണ്ട്. എന്നാൽ മറ്റൊരു സിനിമയിൽ വില്ലനും നായകനും ഒരു ഫൈറ്റിന് വേണ്ടി മാത്രം കാലിൽ നിന്നും ഷൂ അപ്രത്യക്ഷമാക്കുന്നത് കാണാം. 2002 മമ്മൂട്ടി ചിത്രമായ ഫാൻറ്റം സിനിമയിലായിരുന്നു ആ രംഗം. സിനിമയിൽ വില്ലനായി അഭിനയിച്ചത് മനോജ് കെ ജയനും. One, a dreaded criminal. The other, a committed police officer. സിനിമയുടെ അവസാനം ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വില്ലനും നായകനും ഓടിപ്പോകുന്നുണ്ട്. രണ്ടുപേരും ഷൂ ധരിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ അവർക്ക് ചെളിയിൽ ചാടേണ്ട ഒരു ഘട്ടം വരുന്നു. ആ ഒരു ചാട്ടത്തിനിടയിൽ രണ്ടുപേരുടെയും രണ്ട് ഷൂവും അപ്രത്യക്ഷമായി പോവുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് 2020 ആദ്യമായി നമ്മൾ മൂവി മിസ്റ്റേക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. 5 വർഷത്തിനിടെ 25ഓളം എപ്പിസോഡ്സ് ആണ് ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്തത്. മലയാള സിനിമയിലെയും മറ്റു സിനിമകളിലെയും എല്ലാം തന്നെ സിനിമയിൽ വന്ന കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ കുറിച്ചും ലോജിക് ഇല്ലായ്മയെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാറ്. ഇതിലൂടെ ഒരു സിനിമയെ കളിയാക്കാനോ സിനിമയിൽ പ്രവർത്തിച്ചവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല. ഇത് തികച്ചും ഒരു ഫൺ മാത്രമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ സീരീസിലെ 25 എപ്പിസോഡും അടങ്ങിയ ഒരു പ്ലേലിസ്റ്റ് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കാണാവുന്നതാണ്. ഇതുപോലെയുള്ള മലയാള സിനിമകളിലെ രസകരമായ അബദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.